DWSIM എന്നതിലെ ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ കോളം എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇത് സംഭാവന ചെയ്തത് വിജി നായർ ആണ്. ഈ ട്യൂട്ടോറിയലിൽ ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ കോളം രൂപകൽപ്പന ചെയ്യും. കണക്ക് കൂട്ടുവാൻ നമ്മൾ പഠിക്കുന്നു. മിനിമം നമ്പർ ഓഫ് സ്റ്റേജസ്, മിനിമം റിഫ്ലക്സ് റേഷ്യോ, ഒപ്റ്റിമൽ ഫീഡ് സ്റ്റേജ് ലൊക്കേഷൻ, കണ്ടൻസർ ആൻഡ് റീബോയിലർ ഹീറ്റ് ഡ്യൂട്ടി, പ്രത്യേക പ്രൊഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻ നേടുന്നത്. ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് DWSIM 3.4 ആണ്. ട്യൂട്ടോറിയൽ പ്രാക്ടീസ് ചെയ്യുവാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫ്ലോ ഷീറ്റിലേക്ക് കമ്പോണന്റുകൾ ചേർക്കുന്നത്, തെർമോഡൈനാമിക് പാക്കേജസ് എങ്ങനെ തിരഞ്ഞെടുക്കാം, മെറ്റീരിയൽ സ്ട്രീംസ് ചേർക്കുകയും അവയുടെ സ്വഭാവം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂട്ടോറിയലുകൾക്കായി നമ്മുടെ വെബ്സൈറ്റ് spoken-tutorial.org. അടുത്ത 2 സ്ലൈഡുകളിൽ ഡിസ്റ്റിലേഷൻ പ്രോബ്ലത്തിന്റെ സ്പെസിഫിക്കേഷൻസ് നൽകുന്നു. പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ലീഹൈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബിൽ ലൈബൻ തരുന്നതാണ്. ഞാൻ ഇതിനകം DWSIM തുറന്നു. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം 1 തിരഞ്ഞെടുക്കുക. ഇത് അടുത്ത യൂണിറ്റുകൾ കസ്റ്റമൈസ് ചെയ്യുവാൻ നമ്മളെ അനുവദിക്കുന്നു. നമുക്ക് കോൺഫിഗർ സിമുലേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കെംസെപ് ഡാറ്റാബേസിൽ നിന്നും ബെൻസീൻ ചേർക്കുക. അടുത്തതായി ടൊളുവിൻ. നമ്മൾ അടുത്തത് തെർമോഡൈനാമിക്സ് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ പ്രോപ്പർട്ടി പാക്കേജസ് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് റോൾസ് ലോ തിരഞ്ഞെടുക്കുക. തെർമോഡൈനാമിക്സ് ഓപ്ഷനു താഴെ ഓപ്ഷൻസ് മെനു കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. യൂണിറ്റ്സ് സിസ്റ്റം ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത് അകത്തു കൊണ്ടുവരുന്നു. ഈ ലിസ്റ്റിന്റെ മുകൾ ഭാഗത്ത് പ്രഷർ മെനു കാണാം. അറ്റ്മോസ്ഫിയർ, ATM ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക. പ്രഷർ മെനുവിനു താഴെ മോളാർ ഫ്ലോ റേറ്റ് മെനു ഉണ്ട്. കിലോമോൾ പെർ അവർ ക്ലിക്ക് ചെയ്ത് അത് തിരഞ്ഞെടുക്കുക. ബാക്ക് ടു സിമുലേഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഫീഡ് സ്ട്രീം ഉൾപ്പെടുത്താം. ഒന്ന് ഡിസ്റ്റിലേറ്റ് ആണ്. ബെൻസീൻ എന്നതിന് 0.4 ഉം ടൊളുവിൻ എന്നതിന് 0.6 ഉം കൊടുക്കുക. അപ്ലൈ, ക്ലോസ് എന്നിവ കൊടുക്കുക. ഇവിടെ സ്ട്രീമിന്റെ പേര് ഫീഡ് ആയി മാറുന്നു. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. സ്പെസിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പ്രഷർ ആൻഡ് വേപ്പർ ഫ്രാക്ഷൻ തിരഞ്ഞെടുക്കുക. മോളാർ ഫ്ലോ റേറ്റ് ഓപ്ഷൻ കണ്ടെത്തുക. കിലോമോൾ പെർ അവർ യൂണിറ്റ്സ് ഉണ്ട്. ഈ ഫീൽഡ് ക്ലിക്ക് ചെയ്യുക. 100 എന്റർ ചെയ്യുക. മോളാർ ഫ്രാക്ഷൻ, വേപ്പർ ഫേസ് കണ്ടെത്തുക. ഡിഫോൾട്ട് മൂല്യം 0 ആണ്. ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്നത് സൂചിപ്പിക്കുന്നു. നമുക്കിത് അതേപോലെ വിടാം. ഫ്ലോ ഷീറ്റ് എന്നതിലേക്ക് നമുക്ക് ഷോർട്ട്കട്ട് കോളം കൊടുക്കാം. ഒബ്ജക്റ്റ് പാലറ്റ് എന്നതിൽ കണ്ടുപിടിക്കുക. ഷോർട്ട്കട്ട് കോളം എന്നത് ഫെൻസ്കി, അണ്ടർവുഡ്, ഗിലിലാൻഡ് എന്ന രീതി അടിസ്ഥാനമാക്കിയതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലോ ഷീറ്റ് എന്നതിലേക്ക് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഇത് ക്രമീകരിക്കാം. ഇപ്പോൾ ഔട്ട്പുട്ട് സ്ട്രീംസ് ചേർക്കാം. ഒന്ന് ഡിസ്റ്റിലേറ്റ് ആണ്, മറ്റേത് ബോട്ടംസ്. ഇതിനായി നമുക്ക് മെറ്റീരിയൽ സ്ട്രീംസ് നോക്കാം. അവ ഔട്ട്പുട്ട് സ്ട്രീമുകൾ ആയതിനാൽ അവയെ സ്പെസിഫൈ ചെയ്യാതെ വിടാം. ഈ സ്ട്രീമിന്റെ പേര് നമ്മൾ ഡിസ്റ്റിലേറ്റ്, ബോട്ടംസ് എന്നിവ ആക്കി മാറ്റുന്നു. ഇപ്പോൾ നമുക്ക് കണ്ടൻസർ ഡ്യൂട്ടി, റീബോയിലർ ഡ്യൂട്ടി എന്നിങ്ങനെ 2 എനർജി സ്ട്രീംസ് ഉൾപ്പെടുത്താം. ഈ സ്ട്രീമുകൾക്ക് C ഡ്യൂട്ടി, R ഡ്യൂട്ടി എന്നീ പേരുകൾ നൽകുക. ഇപ്പോൾ നമ്മൾ ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ കോളം വ്യക്തമാക്കുവാൻ തയ്യാറാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുക്കുക. സെലക്ടഡ് ഒബ്ജക്റ്റ് വിൻഡോവിലേക്ക് പോകുക. പ്രോപ്പർട്ടീസ് ടാബിനു കീഴിൽ കണക്ഷൻസ് എന്ന മെനുവിലേക്ക് ലൊക്കേറ്റ് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ ഫീഡ് ആണ്. ഫീഡ് മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ആ മെനു സൂചിപ്പിക്കുന്നത് ഒരു താഴേക്കുള്ള ആരോ അടയാളം കാണിക്കുന്നു. ഈ ആരോ അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫീഡ് തിരഞ്ഞെടുക്കുക. ഇനി ഡിസ്റ്റിലേറ്റ് എന്ന അടുത്ത ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ ആരോ അടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്റ്റിലേറ്റ് തിരഞ്ഞെടുക്കുക.
അതുപോലെ ബോട്ടംസ് എന്നതിനായുള്ള ബോട്ടംസ് തിരഞ്ഞെടുക്കുക. അടുത്ത ഓപ്ഷൻ കണ്ടൻസർ ഡ്യൂട്ടി. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് സി ഡ്യൂട്ടി തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ റീബോയിലർ എന്നതിന് ആർ ഡ്യൂട്ടി തിരഞ്ഞെടുക്കുക. ഇത് ഫ്ലോ ഷീറ്റിന്റെ കണക്ടിവിറ്റി പൂർത്തിയാക്കുന്നു. പ്രോപ്പർട്ടീസ് എന്ന ടാബിൽ പാരാമീറ്റർസ് സെക്ഷൻ കണ്ടെത്തുക. ഷോർട്ട്കട്ട് കോളം എന്നതിന്റെ വിവിധ ഗുണവിശേഷങ്ങൾ വ്യക്തമാക്കുന്നതിന് ഈ സെക്ഷൻ ഉപയോഗിക്കുന്നു. ഈ വിഭാഗത്തിൽ ആദ്യത്തെ ഓപ്ഷൻ കണ്ടൻസർ ആണ്. ഡിഫോൾട്ട് ആയി ഇത് ടോട്ടൽ കണ്ടൻസർ ആണ്. ഒരു പാർഷ്യൽ കണ്ടൻസർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റാവുന്നതാണ്. ഇവിടെ അത് അതേപോലെ വിട്ടേക്കുക. നമുക്ക് റിഫ്ലക്സ് റേഷ്യോ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് അടുത്തുള്ള ഫീൽഡിൽ 2 എന്ന മൂല്യം നൽകുക. പ്രൊഡക്റ്റ് കോമ്പോസിഷൻ നമ്മൾ വ്യക്തമാക്കുന്നു. നമുക്കിപ്പോൾ ആദ്യം ലൈറ്റ് കീ വിശദാംശങ്ങൾ, ബോട്ടംസ് എന്നിവ വ്യക്തമാക്കണം. ഇത് ചെയ്യുന്നതിന് ലൈറ്റ് കീ ക്ലിക്ക് ചെയ്യുക. ആരോ ക്ലിക്ക് ചെയ്ത് ബെൻസീൻ തിരഞ്ഞെടുക്കുക. നൽകിയിരിക്കുന്ന ഫീൽഡിൽ അടുത്ത വരിയിൽ 0.05 നൽകുക. അതുപോലെ തന്നെ ഹെവി കീ എന്നതിൽ ടോളുവിൻ നൽകുക. ഇപ്പോൾ ഡിസ്റ്റിലേറ്റ് എന്നതിലെ ഹെവി കീ വ്യക്തമാക്കുന്നു. 0.05 എന്നത് എന്റർ ചെയ്യുക. പട്ടികയിൽ അടുത്ത് കണ്ടൻസർ പ്രഷർ ആണ്. ഡിഫോൾട്ട് മൂല്യം 0 അറ്റ്മോസ്ഫിയർ എന്നത് 1 അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റാം. അതുപോലെ നമുക്ക് റീബോയിലർ പ്രഷർ എന്നത് 1 അറ്റ്മോസ്ഫിയർ ആക്കി മാറ്റാം. ഇപ്പോൾ നമുക്ക് ഈ സിമുലേഷൻ റൺ ചെയ്യാം. ഇത് ചെയ്യുന്നതിന് കാൽക്കുലേറ്റർ ഓപ്ഷനുകളിലേക്ക് പോകുക. പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റീകാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാൽക്കുലേഷൻസ് പൂർത്തിയാകുമ്പോൾ ഷോർട്ട്കട്ട് കോളം ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് എന്ന ടാബിൽ റിസൾട്ട്സ് എന്ന മെനു കണ്ടെത്തുക. ഇത് ആവശ്യമായ എല്ലാ റിസൾട്ടുകളും കാണിക്കുന്നു. മിനിമം റിഫ്ലക്സ് റേഷ്യോ, മിനിമം നമ്പർ ഓഫ് സ്റ്റേജസ്, ആക്ച്വൽ നമ്പർ ഓഫ് സ്റ്റേജസ്, ഒപ്റ്റിമൽ ഫീഡ് സ്റ്റേജ് എന്നിവ. ഈ റിസൾട്ടുകൾ ഞാൻ ഒരു സ്ലൈഡിൽ കൊടുത്ത് ടാബുലേറ്റ് ചെയ്യുന്നു. ഈ സിമുലേഷനെ സേവ് ചെയ്യുക. ഇത് ഞാൻ ഷോർട്ട്കട്ട് എൻഡ് ആയി സേവ് ചെയ്യുന്നു. ഞാൻ ചുരുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കിയത് ഷോർട്ട്കട്ട് ഡിസ്റ്റിലേഷൻ കോളം എങ്ങനെ സ്പെസിഫൈ ചെയ്യാം. കീ കമ്പോണന്റ്സ്, പ്യൂരിറ്റീസ്, മിനിമം റിഫ്ലക്സ് റേഷ്യോ എന്നിവ വ്യക്തമാക്കുന്നത്. യൂണിറ്റുകൾ കസ്റ്റമൈസ് ചെയ്യുന്നത്. മിനിമം റിഫ്ലക്സ് റേഷ്യോ, ഒപ്റ്റിമൽ ഫീഡ് ലൊക്കേഷൻ, ട്രേസുകളുടെ ആകെ എണ്ണം എന്നിവ കണക്കാക്കുന്നത്. ഞാൻ ചില അസൈൻമെന്റുകൾ തരാം. ഈ സ്ലൈഡിലെ അസൈൻമെന്റ് മാസ് ബാലൻസുമായി ബന്ധപ്പെട്ടതാണ്. സ്ട്രീമുകളും ഉപകരണങ്ങളും സൂചിപ്പിക്കുന്നതിന് ഞാൻ നീല നിറം ഉപയോഗിക്കുന്നു. അടുത്ത അസൈൻമെന്റിലേക്ക് പോകാം. സൂചിപ്പിച്ചിരിക്കുന്നതുപോലെ എനർജി ബാലൻസ് നിർവഹിക്കുക. വിവിധ പ്രൊഡക്റ്റുകളുടെ പ്യൂരിറ്റീസ് ആയി ബന്ധപ്പെട്ട സിമുലേഷൻ ആവർത്തിക്കുക. എനർജി റിക്വയർമെന്റ് മാറുന്നുവെന്ന് നിർണ്ണയിക്കുക. വ്യത്യസ്തമായ തെർമോഡൈനാമിക്സുമായി സിമുലേഷൻ ആവർത്തിക്കുക. വ്യത്യസ്ത ഫീഡ് കണ്ടീഷനുകളോടെ സിമുലേഷൻ ആവർത്തിക്കുക. നിങ്ങളുടെ ഫലങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഈ വീഡിയോ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ഈ സ്പോക്കൻ ട്യൂട്ടോറിയലിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടോ? മിനിറ്റ്, സെക്കൻഡ് എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് ചോദ്യം ആകാം. നിങ്ങളുടെ ചോദ്യത്തെക്കുറിച്ച് ചുരുക്കി വിശദീകരിക്കുക. ഫോസി സംഘത്തിലെ ഒരാൾ ഉത്തരം നൽകും. ഈ സൈറ്റ് സന്ദർശിക്കുക. പ്രശസ്തമായ പുസ്തകങ്ങളും പരിഹരിക്കപ്പെട്ട ഉദാഹരണങ്ങളും ഉള്ള കോഡിനൊപ്പം ഫോസി ടീം സംഘടിപ്പിക്കുന്നു. ഇത് ചെയ്യുന്നവർക്ക് ഞങ്ങൾ പാരിതോഷികവും സർട്ടിഫിക്കറ്റും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ഈ സൈറ്റ് സന്ദർശിക്കുക. ഫോസി ടീം കൊമേഴ്ഷ്യൽ സിമുലേറ്റർ ലാബുകൾ DWSim എന്നതിന് മൈഗ്രേറ്റ് ചെയ്യുവാൻ സഹായിക്കുന്നു. ഇത് ചെയ്യുന്നവർക്ക് പാരിതോഷികവും സർട്ടിഫിക്കറ്റും നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഈ സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയലും ഫോസി പ്രൊജക്റ്റുകളും NMEICT, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവർ ധനസഹായം നൽകുന്നു. പങ്കെടുത്തതിന് നന്ദി.